ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ഒരിലയെ മാത്രമായി നിങ്ങൾക്കൊരിക്കലും സ്നേഹിക്കാനാവില്ലെന്ന് പറഞ്ഞത് മിഖായൽ നീമിയാണ്. അദ്ദേഹത്തിൻ്റെ മൃത എന്ന വളരെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ഒത്തിരി ധ്യാനാഭിരുചിയുള്ള ലാവണ്യമുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് മൃതാത്. ഖലീജ് ജിബ്രാൻ്റെയൊക്കെ പോലും സ്വാധീനമെന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നെയ്മിയുടേത്. അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഭംഗിയുള്ളൊരു വിവർത്തനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എത്ര ശരിയാണത്? ഒരു ഇലയെ മാത്രമായി എങ്ങനെയാണ് സ്നേഹിക്കാനാവുക? ഏതെങ്കിലും ഒരു ഇല സ്വയം തളർത്തതാണെന്ന്, സ്വയം പൊടിച്ചതാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അത് നിശ്ചയമായൊരു വിഷത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോഴെങ്കിലും ചില ചങ്ങാതിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവളെ ഇഷ്ടമോ, പക്ഷെ അവളുടെ പരിസരം, അവളുടെ ഉറ്റവര്, ഉടപ്പിറന്നവരോട്, അവരോടൊന്നും എനിക്ക് കാര്യമായ മമതയില്ല. അവളെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൾ ഉടപ്പിറന്നവരെ സ്നേഹിക്കുക എന്നുള്ള, അവൾക്ക് ജന്മം കൊടുത്ത അവളുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് ജീവിതവൃക്ഷത്തെ സ്നേഹിക്കുക എന്നുള്ള, അവളെ അവളാക്കിയ അവളുടെ ദേശത്തെയും കാലത്തിലെയും ഋതുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അഗാധമായൊരു ബന്ധം കണ്ടെത്തുമ്പോഴാണ് ജീവിതം ഭംഗിയുള്ളതായിട്ട് മാറുക. ചിലപ്പോഴെങ്കിലും ആ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള കൗതുകമുണ്ട്. കടലോരത്താണ് സ്കൂളും വീടുമൊക്കെ. ചെറിയ ശംഖ് കിട്ടും. ആ ശംഖ് എടുത്തിട്ട് കുട്ടികളെന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചെറിയ മേന് പറച്ചിലുണ്ട്. ചെവിയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഈ ശംഖിൽ ഇങ്ങനെ കടലരമ്പം കേൾക്കാം. ആ ചെറിയ പ്രായത്തിൽ ഒരിക്കലും ആ കടലരമ്പം കേട്ടിട്ടില്ല. എന്നാൽ കുറച്ചുകൂടി മുതിർന്നപ്പോൾ, കുറേ കൂടി കാര്യങ്ങളെക്കുറിച്ച് ധാരണ ലഭിക്കുമ്പോൾ, ഒരു തരി വെട്ടമൊക്കെ ജീവിതത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അറിയാം, ഓരോ ചെറുശങ്കിലും കടലുണ്ട്. കാരണം ശംഖിൻ്റെ വീടാണ് കടൽ. ഓടക്കുഴലിന് എങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ള ഗീതമുണ്ടാകുന്നതിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? അത് ഇല്ലിക്കാടുകളുടെ ഭാഗമായതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ആ കാറ്റിനോടൊപ്പം പാടുകയും വീശുകയും ആ കാറ്റിനോടൊപ്പം ചലിക്കുകയും വല്ലാത്ത അനുഭൂതി തരികയും ചെയ്യുന്ന ഒന്ന് ഇല്ലിക്കാടുകളാണ് നമുക്കറിയാം. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ചില ഗൃഹങ്ങളുണ്ട്. ആ ഗൃഹത്തെ തിരിച്ചറിയുമ്പോൾ ജീവിതം ഒരിക്കലും പഴയതല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കണം യേശു ആ മുന്തിരിച്ചെടി രൂപം പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളും. പോയി മുഴുവൻ ഇങ്ങനെ ആ തളിർപ്പുള്ള ഒരു വലിയൊരു വള്ളിച്ചെടി സങ്കല്പിക്കുക. എന്നിട്ടോ അതിൻ്റെ വേരുകളൊക്കെ ഒരേപോലെ അഗാധങ്ങളിലേക്ക് ഇങ്ങനെ പരന്ന ആ ഒരു പ്രകാശം കിട്ടുമ്പോൾ, അത്തരമൊരു മെറ്റഫർ കൃത്യമായിട്ട് മനസ്സിലാകുമ്പോൾ, യേശു പറഞ്ഞ ആ രൂപത്തെക്കുറിച്ച് ധാരണ കിട്ടുമ്പോൾ ജീവിതം ഒരിക്കലും പഴയതല്ല. അത്തരം ധാരണ കിട്ടിയ ആ മനുഷ്യരെ ഏത് ദേശത്ത് പിറന്നാലും, ഏത് കാലത്തിൽ പിറന്നാലും, ഏത് മതത്തിൽ പിറന്നാലും അവരെ വിളിക്കേണ്ട വാക്ക് പുണ്യവാന്മാരെന്ന. അവർക്കറിയാം ദൈവമാണ് തങ്ങളുടെ ഗൃഹം. നമുക്ക് വലിയ സന്തോഷത്തിന് കാരണമുണ്ട് ഈ മാസത്തിൽ. ഇത് പുണ്യവാന്മാർക്ക് വേണ്ടിയുള്ള മാസമാണ്. നവംബർ 1 ഓൾ സെയിൻസ് ഡേ ഒക്കെ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ ഈ ദേശത്ത് ഈ മണ്ണിൻ്റെ ആ ചൂരുള്ള, ഈ മണ്ണിൻ്റെ ആ ഉപ്പുരസമുള്ള 2 പേര് ഭൂമിയിലെമ്പാടുമുള്ള അൽത്താരകളിൽ വണക്കത്തിലേക്ക് പ്രവേശിക്കുക. ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവും പിന്നെ നമ്മുടെ എഴുപ്രാശ്യാമിയും. ഇവരൊക്കെ വാസ്തവത്തിൽ തങ്ങൾ ഗൃഹം കണ്ടെത്തി തങ്ങളുടെ ജീവിതത്തെ ഫലഭൂയിഷ്ടമാക്കിയ, ഫലസമൃദ്ധമാക്കി മാറ്റിയ ആ മനുഷ്യരാണ്. എന്തൊരു അനുഭൂതിയാണ് സ്വന്തം വേരുകളെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുക. പലപ്പോഴും അത്തരം കണ്ടെത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ആ പഴയ ആ ബുദ്ധകഥ കണക്ക് ഒരു ചെറുമീൻ, കടൽമീൻ തന്നെ, എന്നിട്ട് തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, ഞാൻ ഇന്നോളം കടൽ കണ്ടിട്ടില്ല. കാടിനകത്ത് പെട്ടുപോയൊരു മനുഷ്യൻ പറഞ്ഞ കണക്കാണ്, ഞാൻ കാട് കണ്ടിട്ടില്ല, മരങ്ങളെ മാത്രം കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ കണക്കൊരു സംഭവം. അപ്പോൾ ഈ കൂട്ടുകാരൻ ഈ ചെറുമീനോട് പറഞ്ഞു, നീ വസിക്കുന്ന ഇടം തന്നെയാണ് ഈ കടൽ. പലപ്പോഴും നമ്മളിങ്ങനെ ഇതിനെ വെള്ളമായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. ഇത് കടലാണെന്നോ ഇത് വനമാണെന്നോ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഇലയോ വൃക്ഷത്തെയൊക്കെ കാണുന്നുള്ളൂ. വലിയൊരു ആ കാഴ്ചയിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ തുറക്കപ്പെടുന്ന അനുഭവമാണ് ഇത്തരം മിസ്റ്റുകളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഒരു ഏറ്റവും ഭംഗിയുള്ള വർത്തമാന ഉദാഹരണം എന്ന് പറയുന്നത് എഴുപ്രാശ്യാമിയുടെ തന്നെ ജീവിതമാണ്. ഒത്തിരി ഏറെ ഒന്നും അവരെക്കുറിച്ചുള്ള രേഖകളൊന്നും നമുക്ക് കൈവശമില്ല. അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരും കണ്ടിട്ടുള്ളവരൊക്കെ നമ്മുടെ കാലത്തുണ്ടെങ്കിൽ പോലും അധികമൊന്നും എഴുതി വച്ചിട്ടില്ല. വലിയ പാണ്ഡിത്യമുള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഒരു 19ഓളം കത്തുകളുണ്ട്. തൻ്റെ ആത്മീയ ഉപദേഷ്ടാവെന്ന് സ്വയം സങ്കല്പിച്ച തൃശ്ശൂരിലെ തിരുമേനിക്ക്, മേനാശ്ശേരി തിരുമേനിക്ക് എഴുപ്രാശ്യം എഴുതിയിട്ടുള്ള കത്തുകളുണ്ട്. ആ കത്തുകളുടെ ഒക്കെ ഒടുവിലായിട്ട് അവർ കൃത്യമായിട്ടത് പറയുന്നുണ്ട്, ഈ കത്ത് നശിപ്പിച്ച് കളയണം. പക്ഷെ എന്നിട്ടും എന്തോ ഒരു കാരണയാൽ
ഏതോ ഒരു പരാശക്തിയുടെ പരിപാലനയിൽ ആ കത്തുകളൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ കത്തുകളിലൊക്കെ ഒരു സ്ത്രീ എങ്ങനെയാണ് തൻ്റെ ദൈവത്തെ തൻ്റെ വാസഗൃഹമാക്കിയതിൻ്റെ ഭംഗിയുള്ള സൂചനകളുണ്ട്. താൻ ഏത് പേരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ആ ഭംഗിയുള്ള അടയാളപ്പെടുത്തലുകളുണ്ട്. അവളുടെ ഒരു മോതിരം കൈമാറ്റത്തിൻ്റെ അനുഭവം ആ കത്തുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 12-ാം വയസ്സിനൊക്കെ പറയുന്നത് ഇങ്ങനെ ശരീരം പാകപ്പെടുന്നൊരു കാലമാണ്. ശരീരം പാകപ്പെടുന്ന ആ കാലത്തിൽ തന്നെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു സൂചന കിടപ്പുണ്ട്. യേശുവിൻ്റെ 12-ാം വയസ്സിനെ ആയിട്ട് കൂട്ടി വായിച്ച ഭംഗിയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഇങ്ങനെ മുതിർന്ന ഒരു പ്രായമാണ്. അപ്പോൾ ആ ഒരു ശരീരത്തിൻ്റെ പാകപ്പെട്ട കാലത്ത് തന്നെ വളരെ അഗാധമായ ആന്തരികതയിലേക്ക് ഈ ചെറിയ പെൺകുട്ടി ഒരുങ്ങിയാണ്. യേശു അവളുടെ കൈവിരലിൽ ഇങ്ങനെ മോതിരം ഇട്ടെന്നാണ് പറയുക. ഇത്തരം മോതിരത്തിൻ്റെ സൂചനകൾ നമ്മൾ വേറെയും മിസ്റ്റിക്കുകളുടെ ജീവിതത്തിലൊക്കെ വായിക്കാറുണ്ട്. ആവിലാൽ തെരേസയ്ക്ക് അനുഭവമുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സിയന്നയിൽ കാതറിനും ആ അനുഭവമുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കൈവിരലിൽ ഒരു മോതിരം വീണിട്ടുള്ള ഒരു പെൺകുട്ടിയെ സങ്കല്പിക്കുക. വിവാഹ നിശ്ചയം നടന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ സങ്കല്പിക്കുക. ഒരിത്തിരി സമയം കിട്ടുമ്പോൾ അവൾ ആ മോതിരത്തിലേക്ക് ഉറ്റുനോക്കും. ആ മോതിരം എന്തൊക്കെ ആയിരിക്കും അവളോട് പറയുക. ആ മോതിരം എന്തൊക്കെ പ്രണയ വയസ്സുകളായിരിക്കും അവളോട് പറയുക. ആ മോതിരം എന്തൊക്കെ സ്നേഹാനുഭൂതികൾ അവൾക്ക് കൊടുക്കുക. അത്തരം ഒരു സ്നേഹാനുഭൂതിയിൽ വാർദ്ധക്യത്തോളം ആ സ്ത്രീ ജീവിച്ചു. കൈവിരലിൽ വീഴുന്ന മോതിരം ഒരു സ്നേഹം എന്നെ പൊതിഞ്ഞു നിൽപ്പുണ്ട്. മോതിരം എന്നൊക്കെ പറയുന്നത് വലിയ അഷ്വറൻസിൻ്റെ അടയാളമായിട്ടാണ് വേദപുസ്തകം ഗണിക്കുക. നമുക്ക് തന്നെ അറിയാവുന്ന ഏറ്റവും ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ കഥ, മടങ്ങി വന്ന മകൻ്റെ കഥ. മകൻ മടങ്ങി വരുമ്പോൾ അപ്പൻ അവൻ്റെ കൈവിരലിൽ മോതിരം അണിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നു. ഇങ്ങനെ വളരെ അഷ്വട, എൻ്റെ സ്നേഹത്തിനൊരു ഭംഗവും വരില്ല എന്ന് ലോകത്തോട് പറയുന്ന അടയാളത്തിൻ്റെ പേരാണ് മോതിരം. നമ്മുടെ കാലത്തിലൊക്കെ ഉള്ള ഇന്ത്യൻ ക്ലാസിക്കുകളിലൊക്കെ ഈ മോതിരം എത്ര വലിയ സങ്കല്പമാണെന്ന് ഓർത്ത് നോക്കുക. ഒരു മോതിരം കൈവിട്ട് പോയതിൻ്റെ പേരിൽ ഒരാളുടെ മെമ്മറിയിൽ നിന്ന് തന്നെ പോയിട്ടുള്ള ആ കഥകളൊക്കെ എത്ര ചെറുപ്പത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ മോതിരം എന്ന് പറയുന്നത് ഒരു അഷ്വറൻസ്, എന്നെ പൊതിഞ്ഞൊരു സ്നേഹമുണ്ട്. എന്താണ് ആ ശരിയായ ആ ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത്? സദാ ഞാൻ ആ ഗൃഹത്തിലാണ്, ആ സ്നേഹഗൃഹത്തിലാണ്. അതറിയുമ്പോഴേക്കും ജീവിതം പഴയതല്ല. ഒരാൾക്കിങ്ങനെ തൻ്റെ പഴയകാല കാര്യങ്ങളോട് മമതയോ പ്രിയമോ മത്സരമോ ആസക്തികളോ ഒന്നും കാര്യമായിട്ട് അനുഭവപ്പെടില്ല. 24-ാം വയസ്സിൽ അത്തരം ഒരു അനുഭവം കിട്ടിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്നേഹമേ, സ്നേഹിക്കപ്പെടാതെ പോയ എൻ്റെ സ്നേഹം എന്നുള്ളത്. അപ്പോൾ അവനവൻ്റെ സ്നേഹത്തിൻ്റെ അഗാധമായ വേരുകൾ ഈ പരാശക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള പാഠമാണ് യേശു ഭൂമിക്ക് നൽകിയത്. ഞാനാണ് വൃക്ഷം, എൻ്റെ വേരിൽ നിന്ന് നിങ്ങൾ തളർത്തത്. പലപ്പോഴും ഈ വേരുകളെ തിരിച്ചറിയാത്തത് കൊണ്ട്, ഈ വിഷത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ഇൻഡിപെൻഡൻസ് ജീവിക്കുക. ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയത് ഓരോന്നും തമ്മിൽ എന്തുമാത്രം ഇണങ്ങിയും എന്തുമാത്രം ബന്ധപ്പെട്ടും എന്തുമാത്രം കൊടുത്തും കൊണ്ടുമൊക്കെ ജീവിക്കുക. ഈ ഒരു അഗാധ വേരുകളുടെ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ ജീവിതം ആഴപ്പെടുന്ന അനുസരിച്ചിട്ട് സംഭവിക്കുന്ന വേറൊരു ഭംഗിയുള്ള കാര്യം കൂടിയുണ്ട്. എന്താണത്? നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട് മുഴുവൻ വലിയ ബന്ധമുണ്ടാകും. കാരണം ഒരേ വേരിൽ നിന്ന് തളർത്താൻ നിങ്ങൾ ഒന്നോർത്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു യേശു ഭൂമിയോട് പഠിപ്പിക്കാൻ ശ്രമിച്ചത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പൊതുവായൊരു അപ്പനേ ഉള്ളൂ, അബ്ബ, ദൈവം. സ്വാഭാവികമായിട്ട് ഒരേ അപ്പനുള്ളത് കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഉടപ്പിറന്നവരാണ്. നമ്മുടെ ഉടപ്പിറന്നവർ പല രീതിയിൽ ജീവിക്കുന്നുണ്ടാവും. ഒരാളൊരു പക്ഷേ ഒരു തെരുവിൽ ആരുടെയോ പോക്കറ്റ് അടിച്ച് ജീവിക്കുന്നുണ്ടാവും. വേറൊരിടത്ത് ഒരു ഗണികത്തെരുവിൽ ഒരു പെൺകുട്ടി തൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. ഒരു വയോധികൻ നഗരസഭയുടെ ഒരു ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്ത്, എച്ചിൽപ്പുരയുടെ അടുത്ത് ഇങ്ങനെ ഒരു എച്ചിലുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. വേറെ ആൾക്ക് പൈത്യം പിടിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഭൂമി മുഴുവൻ ചെതറപ്പെട്ട ഉടപ്പിറന്നവരാണ് നമ്മളും തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരേ വേലിൽ നിന്ന് തളർത്താമെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോഴേ ആ വേദപുസ്തകം പറയുന്ന ആ വാക്ക് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മൈ ബ്രദർ, മൈ സിസ്റ്റർ. പലപ്പോഴും നമ്മൾ ഭംഗിയുള്ളൊരു വാക്കായിട്ട് മാത്രം കരുതുക, ഒരു ഉപചാര വാക്കായിട്ട് മാത്രം കരുതുക. അത്തരം ഒരു ഉപചാര വാക്കെന്ന നിലയിലല്ല വേദപുസ്തകം ഈ സഹോദരൻ എന്ന വാക്ക് ഉപയോഗിക്കുക. തങ്ങളുടെ തളിർപ്പ് ഒന്നാണ് തിരിച്ചറിയുമ്പോൾ. അപ്പോൾ മുഴുവൻ ലോകത്തോടും കരുണയുണ്ടാവുന്നു. രണ്ട് വ്യക്തികളാണ്, ചാവറ കുര്യാക്കോസ്, സേലിയാസ് അച്ഛനും യൂപ്രാസ് അമ്മയും. അവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടി വായിക്കുന്നുണ്ടായിരുന്നു. ചില കുറിപ്പുകളൊക്കെ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അഗാധമായ കരുണ കൊണ്ടാണ് അവരുടെ ജീവിതം അടയാളപ്പെടുത്തേണ്ടത്. ശേഷം ഈ യൂപ്രാസ് അമ്മ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പുലർത്തുന്ന സെൻസിറ്റിവിറ്റി ഭയങ്കരമാണ്. വാർദ്ധക്യത്തിൽ തീരെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ ഊന്നുവടിയുണ്ട്. ആ ഊന്നുവടിയുടെ ശബ്ദം കൊണ്ട് ആശ്രമത്തിൻ്റെയും ആവൃത്തിയുടെയും കൂടെ പാർക്കുന്നവരുടെയും ഒക്കെ ആ ഒരു ശാന്ത ജീവിതത്തിന്, ധ്യാന ജീവിതത്തിന് ഭംഗം വരരുതെന്ന് ഓർത്തിട്ട്
ഈ സ്ത്രീ ഊന്നുവടിയുടെ താഴെ ഇങ്ങനെ തുണി ചുറ്റും, എന്നിട്ടാണ് നടന്നു പോവുക. അപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ ആ വേരുകളെ തിരിച്ചറിയുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുറേ കൂടി കരുണയുണ്ടാവുന്നു. യേശു പറയുന്നത് എത്ര ശരിയാണ്. നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഫലങ്ങളുണ്ടാകുന്നു. ഈ ഫലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. സമാധാനം, ആനന്ദം, സംയമനം, ഇങ്ങനെ എന്തുമാത്രം ഫലങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആന്തരിക ജീവിതത്തിൻ്റെയും പരിവർത്തനങ്ങൾ സംഭവിക്കുന്നത് ഈ തിരിച്ചറിവിലാണ്. ഞാൻ ഒരു ഇല മാത്രമല്ല, മറിച്ച് ഒരു വൃക്ഷത്തിൻ്റെ ഭാഗമാണെന്നുള്ള പ്രകാശത്തിൽ. സ്നേഹത്തിൻ്റെ ഈ മോതിര കൈമാറ്റം ഒരു സ്റ്റാറ്റിക് അനുഭവമായിട്ട് ആരും ഗണിക്കുകയും വേണ്ട. ഓരോ ദിവസവും അവിടുന്ന് എൻ്റെ സ്നേഹം നവീകരിക്കുന്നെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ദൈവത്തിനങ്ങനെ ഓരോ ദിവസവും സ്നേഹം പുതുക്കാന്നൊക്കെ പറയുന്നത് മാനുഷികമായ സങ്കല്പമാണ്. എന്നാൽ പോലും എന്താണ് എൻ്റെ സൂചന? ഓരോന്നിലൂടെയും ദൈവം തൻ്റെ സ്നേഹത്തെ പുതുക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരിലും പുതിയ സ്നേഹത്തിൻ്റെ വെട്ടം കാണാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരെയും അഗാധങ്ങളിൽ ആ സ്നേഹത്തിൻ്റെ തിരളക്കം കാണാനായിട്ട് നമുക്കുള്ള സാധ്യതകൾ ഓരോ പുലരെയും വെച്ച് നീട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ലോകം ഇങ്ങനെ സ്നേഹത്തിൻ്റെ അണ്ടണങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു അനുഭവത്തിൽ വ്യക്തിപരമായ വിഷമങ്ങൾ, ഭാരങ്ങളൊക്കെ ഇവർക്ക് രജിസ്റ്റർ ചെയ്യേണ്ട പോലും ബാധ്യതയില്ല. അവർ അതിനും മീതിയായിട്ട് മാറുന്നു. അവരും അവരുടെ സ്നേഹത്തെ ഇങ്ങനെ നവീകരിക്കുക. ഉപയോഗിക്കാത്ത പാത്രങ്ങൾ പോലും എടുത്തിട്ട് ഇത്തിരി സമയം കിട്ടുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കഴുകിയെടുക്കുന്ന, ചാരവും പുളിയൊക്കെ ഇട്ട് കഴുകിയെടുക്കുന്ന ഓട്ടുപാത്രങ്ങൾ കണക്ക്, വൃത്തിയാക്കിയെടുക്കുന്ന ഓട്ടുപാത്രങ്ങൾ കണക്ക് ഓരോ ദിവസവും അവരവരുടെ സ്നേഹത്തെ ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വലിയൊരു സ്നേഹാനുഭവത്തിലേക്ക് ഒരാളെത്തുമ്പോൾ പിന്നെ സംഭവിക്കുന്ന ഒരു വ്യത്യാസം ഈ അസ്പന്ദം എന്ന് പറയുന്ന ഒരു വിചാരമാണ്. ഒരു ഉലച്ചിലില്ലാത്ത ഒരനുഭവം. ആ വാക്കൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ദൈവദശകത്തിനകത്ത് നിന്നിൽ അസ്പന്ദമാവണം. എപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ഏകാഗ്രത എന്ന് പറയുന്നത്, ഏകാഗ്രത പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒന്നിലേക്ക് തന്നെ ചുരുങ്ങുക എന്നുള്ളതാണ്. എല്ലാത്തിലും അത് തന്നെ. കാണുന്നതിലും കേൾക്കുന്നതിലും കണ്ടുമുട്ടുന്നതിലും ഒക്കെ ആ അനുഭവത്തിൻ്റെ ഒരു നിശ്ചലത സംഭവിക്കുന്നുണ്ട്. റാബിയ നമുക്കറിയാം എല്ലാ ദേശങ്ങളിലും ഉണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രണയത്തിൽ പെട്ടുപോയ മനുഷ്യർ, സ്ത്രീകളും പുരുഷന്മാരും. കൂടുതലും സ്ത്രീകളാണ് തോന്നുന്നു, പുരുഷന്മാർക്കും കുറവില്ല. അത്തരം സ്ത്രീകളിൽ നിശ്ചയമായിട്ട് ഓർമ്മിക്കേണ്ട രണ്ട് സ്ത്രീകളെന്ന് പറയുന്നത്, ഒന്ന് റാബിയയുടെ ഒരു 2 വരി കവിതയുണ്ട്. ഇന്നലെ പുലരിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾ പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ വരിയുടെ ഒരഴക് മനസ്സിലാവുന്നത്. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഒരു ഗണികാലയത്തിൽ പെട്ടുപോയ സ്ത്രീയായിരുന്നു റാബിയ. ഓരോ പുലരിയിലും അവരുടെ കിടക്കയിൽ നിന്ന് ഓരോ പുതിയ മനുഷ്യർ ഒരുപക്ഷെ ഇറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നലെ പ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾ, എന്നെ പുണർന്നൊരാൾ പിന്നെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ആ അനുഭവത്തോടു കൂടി ആ ജീവിതത്തിന് എന്തുമാത്രം ഉറപ്പാണ് കിട്ടുക. മീരയ്ക്കൊക്കെ ആ അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അല്ലേ മീര ഇങ്ങനെ പാടുന്നത്, ചന്ദനമുട്ടിയായിട്ട് എന്നെ നീ എരിച്ചു കളയുക, എന്നിട്ട് അതിൻ്റെ ചാരം കൊണ്ട് നിന്റെ നെറ്റിയിൽ പൂശുക. ദൈവം വലിയൊരു സ്നേഹാനുഭവമായിട്ട് ഉന്മാദത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലുള്ള അതിർവരമ്പിനിടയിൽ കൂടി നടന്നു പോയ കുറേ അധികം സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു ഭൂമിയിൽ. ചെറിയ ചെറിയ സ്നേഹാനുഭവങ്ങൾക്ക് പോലും നമ്മൾ വിളിക്കുന്നൊരു വാക്കുണ്ട്, ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴി. ഒരു കൗമാര പ്രണയത്തിലോ അനുഭവത്തിലൊക്കെ പെട്ടുപോയ ചില കുഞ്ഞുങ്ങളെയൊക്കെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അവർക്ക് എന്താ ചെയ്യുന്നതിനെക്കുറിച്ച് ധാരണയില്ല. അങ്ങനെയെങ്കിൽ ലോകത്തൊരു മനുഷ്യർ കാക്ഷിക്കാവുന്ന, ലോകത്തൊരു മനുഷ്യർ സങ്കല്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹാനുഭവത്തിൽ ഉണർന്ന ഈ മനുഷ്യരുടെ ജീവിതത്തിന് ഉന്മാദത്തിൽ നിന്ന് കാര്യമായ വ്യത്യാസമില്ല. നമുക്ക് അവരുടെ കാറ്റഗറീസ് മനസ്സിലാകുക പോലുമില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവസാന കാലങ്ങളിൽ വിപ്രാസ്യമ്മ ഇങ്ങനെ എഴുതുന്നുണ്ട്, അടുത്ത കാലത്തായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്തിലേർപ്പെടുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, അയാൾ എന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല, മറഞ്ഞു പോകുന്നില്ല, കലക്കമില്ലാത്ത ആ ഹൃദയപക്ഷത്തോട് ചേർന്നിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നിൽ അസ്പന്ദമാകണമേ എൻ്റെ ജീവിതം. ഒരു വടക്ക് നോക്കി യന്ത്രം കണക്കാം. എന്തുമാത്രം കോളിലും എന്തുമാത്രം ഛേദങ്ങളിൽ പെടുമ്പോഴും നമുക്കറിയാം അതിൻ്റെ സൂചി കൃത്യമായിട്ട് ഇങ്ങനെ വടക്കിനെ മാത്രം ലക്ഷ്യമാക്കുന്ന കണക്ക് ചില മനുഷ്യരുടെ ആ ജീവിതത്തിൻ്റെ ഏകാഗ്രത ദൈവം മാത്രം. അതുകൊണ്ടൊക്കെ തന്നെയാണ് യേശു പറഞ്ഞത് സദാ പ്രാർത്ഥിക്കുക. സദാ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലാണെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം നമ്മൾ കഷ്ടിച്ചൊരു അരമണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ദിവസം കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുക. എന്നിട്ടും
ഈ സദാ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കണക്ക്. അമ്മയുടെ കുഞ്ഞിനോടുള്ള സ്നേഹം അത്രയും തീവ്രമായതുകൊണ്ട് ആ കുഞ്ഞിൽ അസ്പന്ദമാണ് അമ്മയുടെ ജീവിതം. എന്തിലേർപ്പെടുമ്പോഴും അമ്മയുടെ ഹൃദയഭാഗത്ത് ആ കുഞ്ഞ് കിടപ്പുണ്ട്. അമ്മ കരക്കി നിറുക്കുന്നുണ്ടാവും, അമ്മ തയ്ക്കുന്നുണ്ടാവും, അമ്മ അടുക്കളപ്പണിയിൽ ഏർപ്പെടുന്നുണ്ടാവും, ചന്തയ്ക്ക് പോകുന്നുണ്ടാവും. എന്നാലും എന്തിലേർപ്പെടുമ്പോഴും അമ്മയുടെ ഉള്ളിൽ അടിസ്ഥാന വികാരമായിട്ട് കുഞ്ഞുണ്ട്. അതുകൊണ്ടാണ് 1000 കുഞ്ഞുങ്ങളുടെ കരച്ചിനിടയിൽ നിന്നും തൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം അമ്മയ്ക്ക് വേറിട്ടെടുക്കാനാവുക. അങ്ങനെ പല അടിസ്ഥാനപരമായിട്ട് ഈ അനുഭവത്തെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ കണ്ട ചിന്തകൾ ഇങ്ങനെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഒരു വലിയ വൃക്ഷത്തിൻ്റെ പൊടിപ്പാണ് നമ്മളെന്ന് തിരിച്ചറിയുന്ന നിമിഷം. ഞാൻ വൃക്ഷവും നിങ്ങൾ ശാഖകളുമാണ്, നമ്മളതിൻ്റെ തളിർപ്പാണ്. അത് തിരിച്ചറിയുന്ന നിമിഷം ജീവിതം ഒന്നിങ്ങനെ അഗാധമായ അഭാബോധത്തിലേക്ക്, അഗാധമായ വാസഗൃഹം നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുക. വാസം എന്ന് പറയുന്ന വാക്കൊക്കെ എന്തുമാത്രം ആഴമുള്ളതാണെന്ന് ഒന്ന് കണ്ണുപൂട്ടി ധ്യാനിക്കുക. നിങ്ങൾ എന്നിൽ വസിക്കുക, അബൈഡ് ഇൻ മീ. സ്വാഭാവികമായിട്ട് ആ വൃക്ഷത്തിൻ്റെ ഭാഗമാണെന്ന്, ആ വീടിൻ്റെ ഭാഗമാണെന്ന് അറിയുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാം ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. അയാൾ ഉടപ്പിറന്നവരായിട്ട് മാറുന്നു. അങ്ങനെ അയാളിൽ നിന്ന് കരുണയെന്ന് പറയുന്ന മനോഹരമായ വികാരമുണ്ടാകുന്നു. ഫലത്തിൽ ജീവിതം ഇങ്ങനെ അതിൻ്റെ സായന്തനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അന്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ അസ്പന്ദമാകുന്നു. ആർക്കും എടുത്തു കളയാനാവാത്ത ഒരു ഹൃദയപക്ഷം എൻ്റെ ഉള്ളിലുണ്ടെന്നൊക്കെ അന്നൊരു പക്ഷേ നമ്മൾ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടാകും. ആരും വിചാരിക്കരുത് ഇത്രയും വലിയ സ്നേഹാനുഭവത്തിനിടയിൽ നിങ്ങൾക്ക് പരിക്കുകൾ പറ്റുന്നില്ലെന്ന്. എത്ര ഭംഗിയായിട്ടാണ് യേശു പറയുന്നത്, ഞാൻ ചില ശാഖകളെ വെട്ടി, ഡ്രിം എന്ന് പറയുന്ന ആ ഒരു വാക്ക്, പ്രൂണിങ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക, ഞാൻ വെട്ടി ഒതുക്കുന്നു. ഗാർഡനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതൊരു വളരെ പെയിൻഫുള്ളായൊരു പ്രോസസ്സാണ്. കൂടുതൽ വളരാനായിട്ട് മഴക്കാലത്തിന് മുമ്പായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കുന്നുണ്ടല്ലോ. അത് കണക്ക് ഭംഗിയില്ലാത്ത ചില അനുഭവങ്ങൾ, കൂടെ പാർക്കുന്നവരുടെ വിമർശനങ്ങൾ, സ്കെപ്റ്റിക്കലായ മനുഷ്യരുടെ സംശയങ്ങൾ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവരുടെ ഹൃദയത്തിന് ആഴം മനസ്സിലാക്കാൻ പറ്റാത്ത ചെറിയ മനുഷ്യരുമായിട്ടുള്ള വാസം, ഇതൊക്കെ അവരുടെ ജീവിതത്തിന് ആവശ്യത്തിലേറെ പരിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവർക്ക് നല്ല ഉറപ്പുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കും. റോമ 8:28 വിശ്വാസമാണ് ഇത്തരം മനുഷ്യരെ മുമ്പോട്ട് കൊണ്ടുപോവുക. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു. നന്മ എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കേണ്ട ഉപയോഗിക്കുന്ന ആ കാറിൻ്റെ ബ്രാൻഡോ അല്ലെങ്കിൽ വസിക്കുന്ന വീടിൻ്റെ വലിപ്പമോ പൂശന പരിമളത്തിൻ്റെ ഇതൊന്നുമല്ല നന്മ എന്ന് പറയുന്നത്. നന്മ എന്ന് പറയുന്നത് ഈ ഇത്തിരി ഇടത്തിൽ ഒരാൾക്ക് കിട്ടുന്ന പ്രകാശമാണ്. ആ ഇത്തിരി ഇടത്തിൽ കിട്ടുന്ന പ്രകാശത്തിന് വേണ്ടി ജീവിതത്തിലെ കഠിനാനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഒരാളെ ഭംഗിയായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ശാഖകളെ ഞാൻ വെട്ടി ഒതുക്കുന്നു. പ്രൂണിങ് പെയിൻഫുള്ളായ പ്രക്രിയയാണ്, പക്ഷേ ഫലം നൽകാനായിട്ട് അതും ആവശ്യമാണ്. നമുക്ക് ലഭിച്ച ഈ 2 വിശുദ്ധാത്മാക്കളെ മനസ്സുകൊണ്ട് നമസ്കരിച്ച്. എൻ്റെ ആത്മകാര്യത്തിൽ വലിയ കലക്കമൊന്നും ദൈവാനുഗ്രഹത്താലില്ല. ഒരു 4 മാസമായിട്ട് ഒരു കൂട്ടം എന്നിൽ തന്നെ കാണുന്നു. ആയത് ഞാൻ എന്തു ജോലിയിലും വർത്തമാനത്തിലും അകപ്പെട്ടിരുന്നാലും ഒരിക്കലും വിട്ടുമാറാതെ എൻ്റെ ഹൃദയത്തോട് വലിയ സ്നേഹപക്ഷത്തോടെ സംസാരിക്കുന്ന ഒരാളെ എൻ്റെ ബോധത്തിൽ തെളിവായി കാണുന്നുണ്ട്. ഇത് നല്ലവണ്ണം തുടങ്ങിയതിൽ പിന്നെ എനിക്ക് കലക്കമൊന്നും തന്നെയില്ല. എൻ്റെ പിതാവേ, ചിലപ്പോൾ വലിയ ഭോഷൻ ഞാനായി പോകുന്നു. അതെന്തേ? വല്ലതും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ ബോധത്തെ ഹൃദയത്തിൻ്റെ ആ വലിയ പക്ഷത്തിലേക്ക് പെട്ടെന്ന് വലിച്ചു കളയുന്നു.